ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ മജ്ലിസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിൽ നാം ഓതേണ്ട ചില സൂറത്തുകളെ കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മൾ പതിവാക്കേണ്ട ഒരു അത്ഭുതകരമായ ദിക്റിനെ കുറിച്ചുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽഹജ്ജ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ ഖൈർ പ്രദാനം ചെയ്യട്ടെ. നമ്മളെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. اللهم اقضِ حاجاتنا يا قاضي الحاجات. اللهم اقضِ حاجاتنا يا قاضي الحاجات. اللهم ادفع بلياتنا يا دافع البليات. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ദാറുൽ മുബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻഷാ അല്ലാഹ് ബെല്ലൈക്കൺ അമർത്താനൊന്നും മറക്കരുത് എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. അള്ളാഹു എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ. നമ്മളെ മജ്ലിസിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങളും വെച്ചാണ് ഇരിക്കുന്നത്. അള്ളാഹുവേ, ജഗന്നിയന്താവായ അള്ളാഹ്, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. എല്ലാവരുടെ ദുഃഖങ്ങളും നീ അകറ്റി കൊടുക്കണേ അള്ളാഹ്. എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അള്ളാഹ്. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്ക് വേണ്ടിയും നമ്മളെ മജ്ലിസിന്റെ അവസാനം ദുആ ചെയ്യണം. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. പകുതി വെച്ചാരും നിർത്തിപ്പോകരുത് എന്ന് ഉണർത്തുകയാണ്. ക്ഷമയോടെ എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കുക. ഇൽമിന്റെ മജ്ലിസിലാണ് ഇരിക്കുന്നത്, ദിക്റിന്റെ മജ്ലിസിലാണ് ഇരിക്കുന്നത്. സ്വർഗത്തിലെ പൂന്തോപ്പാണ് ഇൽമിന്റെ മജ്ലിസ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. ദിക്റിന്റെ മജ്ലിസ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ വട്ടമിട്ടിറങ്ങുന്ന പാറിപ്പറക്കുന്ന മജ്ലിസാണ് ദിക്റിന്റെ മജ്ലിസ്. അപ്പൊ നമ്മളിത് ദിക്റിന്റെ മജ്ലിസാണ്, പ്രാർത്ഥനയുടെ മജ്ലിസാണ്, ഇൽമിന്റെ മജ്ലിസാണ്. അപ്പൊ അതിന്റെ ശ്രേഷ്ഠത, പവർ കൂടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. ആ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും അള്ളാഹു നമ്മൾക്കൊക്കെ മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന മഹത്തായ ദുൽഹജ്ജ് മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ദുൽഹജ്ജ് മാസം എന്ന് പറയുന്നത് ഒട്ടനവധി ശ്രേഷ്ഠതകളും മഹത്വങ്ങളുമുള്ള മാസമാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദുൽഹജ്ജ് മാസത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദുൽഹജ്ജ് മാസത്തിനെ നാം ബഹുമാനിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത് ദുൽഹജ്ജ് മാസത്തിൽ ഓതേണ്ട ചില സൂറത്തുകളുണ്ട്. അതുപോലെ തന്നെ ദുൽഹജ്ജ് മാസത്തിൽ നാം പ്രത്യേകം ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. ആ ദിക്റുകളും സൂറത്തുകളുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അള്ളാഹു ആ ദിക്റിന്റെയും ആ സൂറത്തുകളുടെയും ബറക്കത്ത് കൊണ്ട് നമ്മളെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ദുൽഹജ്ജ് മാസത്തിനെ കുറിച്ച് മഹാനായ നബി തങ്ങൾ എന്ത് പറഞ്ഞു? ആദ്യം നമ്മൾ അതൊന്ന് പരിശോധിച്ചു നോക്കാം. ദുൽഹജ്ജ് മാസത്തിനെ കുറിച്ച് അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ. ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും ദുൽഹജ്ജ് മാസത്തിന്റെ പവർ എന്താ, ദുൽഹജ്ജ് മാസത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്ന്. മറ്റൊരു ഹദീസിലൂടെ മഹാനായ നബി തങ്ങൾ പറഞ്ഞു, മൽ അമലു ഫീ
അയ്യാമിൽ അശ്രി അഫ്ളൽ മിനൽ അമലി ഫീ ഹാദിഹി. ദുൽഹജ്ജ് മാസത്തിൽ നാം ചെയ്യുന്ന അമലിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു അമലില്ല. ദുൽഹജ്ജ് മാസത്തിൽ അതിന്റെ ആദ്യത്തെ 10 നാം ചെയ്യുന്ന അമലുകളെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു അമലില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാകും ദുൽഹജ്ജ് മാസത്തിന്റെ പവർ എന്താണ്. ദുൽഹജ്ജ് മാസത്തിൽ ഇബാദത്തുകൾ അധികരിപ്പിച്ചാൽ അള്ളാഹു നമ്മൾക്ക് നൽകുന്ന കൂലി എത്രയാണെന്ന് ഈ ഹദീസുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ദുൽഹജ്ജ് മാസത്തിനെ നമ്മൾ ബഹുമാനിക്കുക, ആദരിക്കുക. ദുൽഹജ്ജ് മാസത്തിൽ നമ്മൾ പതിവാക്കേണ്ട ഒന്നാമത്തെ സൂറത്ത് എന്ന് പറയുന്നത് സൂറത്തുൽ മുൽക്കാണ്. സൂറത്തുൽ മുൽക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ദുൽഹജ്ജ് മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നാമത്തെ ദിവസം തന്നെ നമ്മൾ ഓതേണ്ടത് സൂറത്തുൽ മുൽക്കാണ്. സൂറത്തുൽ മുൽക്ക് ഒന്നാമത്തെ ദിവസം നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ 30 ദിവസത്തിന് അത് മതി. 30 ദിവസം സൂറത്തുൽ മുൽക്ക് നമ്മളെ സംരക്ഷിക്കും. ഓരോ ആയത്തുകൾ വന്ന് നമ്മളെ സംരക്ഷിക്കും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സൂറത്തുൽ മുൽക്കിൽ 30 ആയത്തുണ്ട്. അതുകൊണ്ട് തന്നെ 30 ദിവസത്തിന് ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ മതിയെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഉസ്താദുമാര് പറയുന്നതായി കാണാം. അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. കഴിയുന്ന ആളുകൾ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 മുഴുവനും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. പിന്നെയും കഴിയുന്ന ആളുകൾ സൂറത്തുൽ മുൽക്ക് 30 ദിവസവും പാരായണം ചെയ്യുക. ദുൽഹജ്ജ് 30 ദിവസവും പാരായണം ചെയ്യുക. നമ്മളെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും, നമ്മളെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ച എന്താ? ജീവിതകാലം മുഴുവനും എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് ഓതണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഹിയൽ മാനിയ ഹിയൽ മുൻജിയ തുൻജി മിൻ അദാബിൽ ഖബർ എന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മളെ അദാബിന്റെ ഖബറിന്റെ അദാബിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന സൂറത്താണത്രേ സൂറത്തുൽ മുൽക്ക്. അതുകൊണ്ട് എന്നും പാരായണം ചെയ്യുന്ന റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, വദിത്തു അന്നഹാ ഫീ ഖൽബി കുല്ലി മുഅ്മിനിൻ തബാറകല്ലദീ. എല്ലാ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലും സൂറത്തുൽ മുൽക്ക് ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും അത് കാണാതെ പഠിക്കാൻ, എല്ലാവരുടെയും മനസ്സിൽ അതുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. അപ്പൊ കഴിവിന്റെ പരമാവധി എല്ലാവരും അത് കാണാതെ പഠിക്കുക. ചെറുപ്പകാലത്തൊക്കെ സൂറത്തുൽ മുൽക്ക് മദ്രസയിലൊക്കെ കാണാതെ പഠിപ്പിക്കലുണ്ട്. അതുകൊണ്ട് ഒന്നാമത് നമ്മൾ ഓതേണ്ടത് സൂറത്തുൽ മുൽക്കാണ്. രണ്ടാമത് നമ്മൾ ഓതേണ്ടത് സൂറത്തുൽ ഫജ്റാണ്. സൂറത്തുൽ ഫജ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹജ്ജ് മാസത്തിനെ കുറിച്ചാണ് സൂറത്തുൽ ഫജ്റിൽ പറയുന്നത്. ഹജ്ജിനെ കുറിച്ച്, ഹജ്ജ് മാസത്തിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്റിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. മൻഖറ സൂറത്തുൽ ഫജ്ർ ഫീ ലയാലിൽ അശ്ർ. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം ഒരാള് സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്താൽ ഗുഫിറ ലഹു, അവന്റെ പാപങ്ങൾ പൊറുക്കുന്നതാണ് മുഹമ്മദ് മുസ്തഫ. വഫീ സായിരിൽ അയ്യാം, ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലല്ല മറ്റുള്ള 10കളിലും അഥവാ ദുൽഹജ്ജിന്റെ 30 ദിവസവും പാരായണം ചെയ്താൽ കാനത് ലഹു നൂറൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളില് അതൊരു പ്രകാശമായി അവന്റെ അടുക്കലേക്ക് വരുന്നതാണ്, അവനെ രക്ഷിക്കുന്നതാണ്, ഇരുട്ടിൽ നിന്ന് അവനെ കരകയറ്റുന്നതാണ്. അപ്പൊ സൂറത്തുൽ ഫജ്ർ ഇൻഷാ അല്ലാഹ് ഈ ദുൽഹജ്ജ് മാസത്തിൽ മുഴുവനും എല്ലാവരും പാരായണം ചെയ്യുക. അതുപോലെ നമ്മൾ ഈ സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വിഷമങ്ങളും നമ്മളിൽ നിന്ന് മാറിക്കിട്ടും. വിഷമങ്ങളൊക്കെ മാറാൻ, ബുദ്ധിമുട്ടുകളൊക്കെ മാറണമെന്നുള്ള ഒരു നിയത്തോടുകൂടെ, ഉദ്ദേശത്തോടെ ഓതിക്കോളൂ ഉമ്മമാരെ. വിഷമങ്ങളൊക്കെ മാറുകയാണ്, ബുദ്ധിമുട്ടുകളൊക്കെ മാറും. അതുപോലെ തന്നെ കഴിയുന്ന ആളുകൾ 30 ദിവസം ഓതുക. ഒരു 10 ദിവസമാക്കണ്ട, കഴിയുന്ന ആളുകൾ 30 ദിവസം ഓതുക. വളരെ സിമ്പിൾ അല്ലേ? അല്പം മാത്രം ഓതിയാൽ മതി. കഴിയുന്ന ആളുകള് ദുൽഹജ്ജ് മാസം മുഴുവനും ഓതാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ ഓതേണ്ടത് സൂറത്തു ആൽ ഇംറാനിലെ 96, 97 ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യണമെന്ന് ഉസ്താദുമാര് പറയുന്നതായി കാണാം. ഈ സൂറത്തുൽ ആൽ ഇംറാനിലെ 96, 97 ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് നൽകുന്ന കൂലി എന്താണെന്ന് അറിയോ? ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കും. ഏതൊരു മുസ്ലിമിന്റെയും ആഗ്രഹമാണ് ഹജ്ജ് ചെയ്യണമെന്ന്, ഉംറ ചെയ്യണമെന്ന്. അങ്ങനെ ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അടുത്ത വർഷം നിങ്ങൾക്ക് ഹജ്ജിന് പോണോ? ഈ വർഷത്തെ ദുൽഹജ്ജ് മാസത്തില് സൂറത്തു ആൽ ഇംറാനിലെ 96, 97 ആയത്തുകൾ പതിവാക്കിക്കോ. ഏതാണ് ആ ആയത്തുകൾ? ഞാനൊന്ന് ഓതി കേൾപ്പിച്ചു തരാം.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. വളരെ സിമ്പിളാണ്. ഇത് ദുൽഹജ്ജ് മാസത്തിലെ എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യുക. ഇത് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹു നേരിട്ട് നൽകും. അതുപോലെ തന്നെ ഉംറ ചെയ്യാനുള്ള ഭാഗ്യം നൽകുമെന്ന് ഉസ്താദുമാർ ഇത് വിശദീകരിക്കുമ്പോൾ പറയുന്നതായി കാണാം. കാരണം ഇതിൽ പറയുന്നത് ഹജ്ജിനെ കുറിച്ചാണ്, ഇബ്രാഹിം മഖാമിനെ കുറിച്ചാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ദുൽഹജ്ജ് മാസത്തിൽ നമ്മൾ എന്നും പതിവാക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പ്രത്യേകിച്ച് ഈ മാസത്തിൽ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി കൂലി നമ്മൾക്ക് നൽകുന്നതാണ്. ദുൽഹജ്ജ് മാസത്തിൽ ഒരു നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലമാണ്. ദുൽഹജ്ജ് മാസത്തിൽ അല്ലാതെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒരൊറ്റ പ്രാവശ്യം ഓതിയാൽ 10 ജുസുഇന്റെ കൂലി കിട്ടും. 2 പ്രാവശ്യം ഓതിയാൽ 20 ജുസുഇന്റെ കൂലിയാണ്. 3 പ്രാവശ്യം ഓതിയാൽ ഖുർആൻ മുഴുവനും ഓതിയ കൂലി അല്ലാഹു നൽകുന്നതാണ്. അപ്പൊ ദുൽഹജ്ജ് മാസത്തിലാണെങ്കിലോ ഇരട്ടി പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. മാത്രമല്ല സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ബനല്ലാഹു ബൈതം ഫിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗത്തിൽ നല്ല വീട് നിർമ്മിച്ചു തരുന്നതാണ്. അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് എല്ലാവരും പാരായണം ചെയ്യുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ പതിവാക്കാനുണ്ട്. ആ ദിക്ർ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ ഒരുപാട് പോരിശ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ഈ ദിക്റിന്റെ മഹത്വം എന്താന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ റസൂൽ മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോയപ്പോ ഒരുപാട് നബിമാരെ കണ്ടിട്ടുണ്ട്. മൂസ നബിയെ കണ്ടു, ഈസ നബിയെ കണ്ടു. അതിൽ പ്രധാനികളാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ റസൂലിന്റെ വെല്ലുപ്പയാണ്. ആ ഇബ്രാഹിം നബിയുടെ പേരിൽ നമ്മൾ എന്നും സലാത്ത് ചൊല്ലാറുണ്ട്. ആ സലാത്താണ് ഇബ്രാഹിമിയ സലാത്ത്. ആ ഇബ്രാഹിം നബി നമ്മൾക്കൊരു സമ്മാനം കൊടുത്തയച്ചിട്ടുണ്ട്. ആ സമ്മാനം ഒരു ദിക്റായിരുന്നു. ഏതാണ് ആ ദിക്ർ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാണി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഒന്നുകൂടി പറയും, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മൾക്ക് കൊടുത്തയച്ച സമ്മാനമാണ്. യുഗ്റസുലക ബികുല്ലി കലിമത്തിൻ മിമ്മാ മിന്നാ ശജറത്തുൻ ഫിൽ ജന്ന. ഇത് പതിവാക്കി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഓരോ കലിമത്തിനും അല്ലാഹു നമ്മൾക്ക് സ്വർഗ്ഗത്തിൽ വൃക്ഷങ്ങൾ നട്ടുവെക്കുന്നുണ്ട്. അഥവാ സുബ്ഹാനല്ലാഹി എന്ന് പറയുമ്പോൾ ഒരു വൃക്ഷം, വൽഹംദുലില്ലാഹി എന്ന് പറയുമ്പോൾ വേറൊരു വൃക്ഷം, വലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയുമ്പോൾ വേറൊരു വൃക്ഷം, വല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ വേറൊരു വൃക്ഷം നമ്മൾക്ക് നടുന്നുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അഹബ്ബുൽ കലാമി ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലിമത്ത് അർബഉൻ, അത് 4 എണ്ണമാണ്. ലാ യളുറുക, നിന്നെ അത് ചൊല്ലിക്കഴിഞ്ഞാൽ, അത് പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അത് ചെല്ലാൻ തന്നെ പ്രയാസമല്ല എന്നുള്ളതാണ് ലാ യളുറുക. അതുപോലെ തന്നെ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നിന്നെ ഒരാളും പ്രയാസപ്പെടുത്തൂല. നിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റിത്തരുന്നതാണ്. അത്രയും പവർഫുള്ളാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. മാത്രമല്ല റസൂലുള്ളാഹി പറയുന്നത് കണ്ടോ, കുത്തിബത്ത് ലഹു 20 ഹസന. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ 20 ഹസനത്ത് അല്ലാഹു രേഖപ്പെടുത്തും. വഹുത്തത്ത് 20 സയ്യ, 20 പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. എപ്പോ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ വൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ പിന്നെയും 20 പാപങ്ങൾ പൊറുക്കും, 20 ഹസനത്ത് അല്ലാഹു രേഖപ്പെടുത്തും. വലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയുമ്പോൾ പിന്നെ
പിന്നെയും 20 ഹസനത്ത് രേഖപ്പെടുത്തും, 20 പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. വല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ വീണ്ടും 20 ഹസനത്തുകൾ രേഖപ്പെടുത്തും, നന്മകൾ രേഖപ്പെടുത്തും, 20 പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഇബ്രാഹിം നബിയെ സ്മരിക്കുന്ന, ഇസ്മായിൽ നബിയെ സ്മരിക്കുന്ന ഈ ഹജ്ജ് മാസത്തിൽ ആ ഇബ്രാഹിം നബി നമ്മൾക്ക് കൊടുത്തു അയച്ച ആ വളരെ പ്രധാനപ്പെട്ട പവർഫുള്ളായ നമ്മൾ ഈ പറഞ്ഞ ദിക്ർ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പതിവാക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു നമ്മൾക്ക് മനസ്സ് നൽകട്ടെ. അർഹമുറാഹിമീനായ അള്ളാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ റഹ്മാനെ. എല്ലാവരുടെ കടങ്ങളും നീ വീട്ടി കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കണേ അല്ലാ. ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. സാലറിയിൽ വർധനവ് നൽകണേ റഹ്മാനെ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മക്കളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഉമ്മമാർ, ആ മക്കൾക്ക് സൽസ്വഭാവം നൽകണേ അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈറും സമാധാനവും നൽകണേ അല്ലാ. ഐക്യം നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാ. ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ലാ. ആരൊക്കെ ഞങ്ങളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുവോ അവരുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. റാഹത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയുടെ ഖബർ സ്വർഗ്ഗമാക്ക്, വിശാലമാക്ക്, റാഹത്തിലാക്കല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള്, മക്കള്, ഭാര്യമാര്, ഞങ്ങളെ അയൽവാസികള്, കൂട്ടുകാര്, കുടുംബക്കാര് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. നിന്റെ കാവല് നൽകണേ അല്ലാ. സ്വർഗം നൽകണേ അല്ലാ. നല്ല മരണം നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹുമ്മ അർഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വർഹംനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.